ഹായ് ഫ്രണ്ട്സ്, ഇത് പനിനീർ പൂവിൻ്റെ ചേച്ചി എന്നറിയപ്പെടുന്ന റോസാണ്. ഇതിൻ്റെ യഥാർത്ഥ പേര് വേറെയാണ്. നല്ല ഭംഗിയാണ്. പനിനീർ പൂവിനേക്കാളും ഇതളുകളും ഉണ്ട്, മണവും കൂടുതലാണ്. എനിക്ക് പൊതുവെ ഇളം നിറത്തിലെ ഇലകളുള്ള റോസുകളോടാണ് താല്പര്യം കൂടുതൽ. കാരണം നമ്മുടെ നാട്ടിൽ മിക്കവാറും അത് പിടിച്ചു കിട്ടും എന്നുള്ളൊരു വിശ്വാസം. ഏതായാലും ഞാൻ 3-4 വർഷമായിട്ട് വളർത്തുന്ന റോസാണ് ഇത്. ഓൺ റൂട്ടഡ് അല്ല, ഗ്രാഫ്റ്റഡ് ആണ്. പക്ഷെ എന്നെക്കാളും പൊക്കത്തിൽ പോയി നിറയെ പൂക്കൾ തരുന്നുണ്ട് സീസൺ ആകുമ്പോഴത്തേക്കും. ഇത്തവണ പൂക്കൾക്ക് വലിപ്പം കുറച്ച് കുറവാണ്, എന്നിരുന്നാലും നിറയെ മുട്ടുകളും പൂക്കളും വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കളറാണ് അതിൻ്റെ. ഇത് നമ്മുടെ നാടൻ പന്നീർ റോസ്. ഇതും ഓൺ റൂട്ടഡ് അല്ല, ഗ്രാഫ്റ്റ് ചെയ്യാൻ വെച്ചതാണ്. അത് മരമായി നിൽക്കുന്നത്, അതിൽ നിന്നുള്ള ഒരു കൊമ്പിലെ പൂവാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? നിറത്തിലായാലും ഇതളുകളുടെ എണ്ണത്തിലായാലും മണത്തിലായാലും രണ്ടും ഭയങ്കര വ്യത്യാസമാണ്. അത് രണ്ടുപേരിലും പൂക്കളുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ വെള്ളം ഒഴിക്കാൻ പോകുമ്പോൾ ആ ഏരിയ മൊത്തം നല്ല പന്നീർ കുപ്പി തുറന്ന പോലത്തെ മണമാണ്. അതിൻ്റെ നല്ല തൈകൾ വന്നിട്ടുണ്ട്. മൊട്ടും പൂവും ഉള്ള തൈകളാണ് വന്നിരിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല തൈകളാണ്. ഓൺ റൂട്ടഡ് അല്ല, ബഡാണ്. പക്ഷെ ബഡ് വെച്ചെന്ന് പറിച്ച് ഒരു കുഴപ്പമില്ല. ഞാൻ ആദ്യം കാണിച്ചത് ഞാൻ വളർത്തുന്ന എൻ്റെ ചെടികളാണ്. ഇത്രയും വർഷമായിട്ടും അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. നന്നായിട്ട് അവർ പൂക്കൾ തരുന്നുണ്ട്. അപ്പം ബഡ് റോസ് വളർത്താം എന്ന് കോൺഫിഡൻസ് ഉള്ളവർ ഇത് വാങ്ങി നട്ടാലും മതി. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വേഗം ഓർഡർ ചെയ്തോളൂ.